അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഷാബാൻ മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. ഈ മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഏറ്റവും ലളിതമായി നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാം. പ്രത്യേകിച്ച് ഈ പുണ്യമാക്കപ്പെട്ട മാസം ഏതൊക്കെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ പറ്റും, എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, ഈ ഷാബാൻ മാസം 15-ന് ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ, 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നവർ ആരൊക്കെ, പറ്റാത്തവർ ആരൊക്കെ, കഴിഞ്ഞ റമദാൻ മാസം ഖദായിപ്പോയ നോമ്പ് ഈ മാസം അനുഷ്ഠിക്കാൻ പറ്റുമോ, അതേപോലെ നേർച്ചയാക്കിയ നോമ്പ് ഈ മാസം അനുഷ്ഠിക്കാൻ പറ്റുമോ, അതുതന്നെ ഈ മാസം 15-ന് ശേഷം അനുഷ്ഠിക്കാൻ പറ്റുമോ, അങ്ങനെ ഖദായിപ്പോയ നോമ്പ് അനുഷ്ഠിക്കുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, നോമ്പ് നേർച്ചയാക്കിയവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, അതേപോലെ ഒരാൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നിയത്ത് മറന്നുപോയി, അവനിക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ തുടങ്ങി സാധാരണഗതിയിൽ ഈ വിശുദ്ധ ഷഅബാൻ മാസം നോമ്പുമായി ബന്ധപ്പെട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി വളരെ വേഗത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാഫി അക്കാഡമിയുടെ ഹിക്മ കോഴ്സിനെ പറ്റി ഞാൻ നേരത്തെ ചില വീഡിയോകളിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഇനിയും ഒരുപാട് പേർക്ക് ഈ സന്ദേശം എത്താനുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പഠിപ്പിക്കുന്ന, അതും ഒരു പ്രൊഫഷണലായി എഡ്യൂടെക് പ്ലാറ്റ്ഫോമിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹിക്മ എന്ന് പറയുന്നത്. നിലവിൽ ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിന് ശേഷം അത് നിങ്ങൾക്ക് വായിച്ച് പറ്റുന്നത് പോലെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിഷയങ്ങൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ആ കോഴ്സിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഏതായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. വിശുദ്ധ ഷഅബാൻ മാസം എന്തുകൊണ്ടും നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. വിശുദ്ധ റമദാൻ മാസത്തിന് ശേഷം നോമ്പ് ശ്രേഷ്ഠതയുള്ള, ജനറലി നോമ്പ് ശ്രേഷ്ഠതയുള്ള ചില മാസങ്ങളെ പറ്റി ഫിഖ്ഹിൻ്റെ കിതാബിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഹറം മാസം, അതേപോലെ റജബ് മാസം, ദുൽഹിജ്ജ മാസം, ദുൽഖഅദ മാസം, അതുപോലെ ഷഅബാൻ മാസവും. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ റജബ് മൊത്തം നോമ്പനുഷ്ഠിച്ചു, ശേഷം ഷഅബാൻ മൊത്തം നോമ്പനുഷ്ഠിച്ചു, റമദാൻ മൊത്തം നോമ്പനുഷ്ഠിക്കുന്ന ആ ഒരു രീതി സ്വീകരിച്ചു പോരുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെയാവുമ്പോൾ നാളത്തെ ഷഅബാൻ മാസത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ നാളത്തെ ഷഅബാനിലെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവർക്ക് ഓരോ ദിവസവും തലേ രാത്രി നിയത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പനുഷ്ഠിക്കാം. ഇനി നിയത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ അത്തായ സമയത്ത് എന്ന് വെച്ചാൽ സുബ്ഹി ബാങ്കിന് ഒരു അല്പം മുമ്പ് നമ്മൾ അത്തായം കഴിക്കാൻ ഉണരും. അങ്ങനെ ഉണരുന്ന സമയത്ത് പല ആളുകൾ നിയത്ത് കരുതുന്നുണ്ടാവും. അപ്പോൾ പല ആളുകളുടെയും സംശയം, ഈ അത്തായ സമയത്ത് നിയത്ത് കരുതുമ്പോൾ നിയത്തിൽ നാളെ എന്നാണോ കരുതേണ്ടത്, അല്ല ഇന്ന് എന്നാണോ കരുതേണ്ടത് എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കാം. ഈ അത്തായ സമയത്താണ് നമ്മൾ നിയത്ത് കരുതെങ്കിൽ പോലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. സുബ്ഹിക്ക് മുമ്പ് നമ്മൾ എപ്പോൾ നിയത്ത് കരുതുകയാണെങ്കിലും നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാതെ ചില പ്രത്യേക ദിവസങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഒരാൾ ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഷഅബാൻ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും അങ്ങനെ നോക്കി നോമ്പ് അനുഷ്ഠിക്കാം. അത് എല്ലാ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് അനുഷ്ഠിച്ച് പോരുന്നവർക്ക്. അപ്പോൾ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. ഇതിൽ തന്നെ തിങ്കളാഴ്ചയാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കാം. ഇനി അതേപോലെ വ്യാഴാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ച കരുതുക. ഇനി അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ എന്ന് വെച്ചാൽ അറബി മാസം 13, 14, 15 ഈ 3 ദിനങ്ങൾക്കാണ് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം. വെളുത്ത വാവിൻ്റെ ദിനങ്ങൾ എന്നാണ്. അപ്പോൾ ഈ ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. അഡീഷണൽ ആയ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നോമ്പ് ഖളാ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഒരാൾ എല്ലാ മാസവും നിശ്ചിതമായി 3 ദിവസങ്ങൾ കൃത്യമായി കണക്കാക്കി അവർ നോമ്പനുഷ്ഠിച്ച് പോരുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 ദിവസങ്ങൾ അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കാം. അപ്പോൾ നാളത്തെ അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പനുഷ്ഠിക്കാം. അറബി മാസം 13, 14, 15 വെളുത്ത വാവിൻ്റെ ദിനങ്ങൾ, ഇതിനേക്കാണ് അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ എന്ന് പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഷഅബാൻ 15 ബറാഅത്ത് ദിനം കൂടിയാണ്.
ബറാഅത്തിൻ്റെ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണെന്ന് ഒരുപാട് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ബറാഅത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അന്ന് മാത്രം ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നാളത്തെ ബറാഅത്തിൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് അന്ന് നോമ്പ് നോക്കാം. ഏതായാലും അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് അന്ന് ഏതായാലും സുന്നത്തുണ്ട്. ഒപ്പം ബറാഅത്തിൻ്റെ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഷാബാൻ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ ഷാബാൻ 15 ശേഷം മാത്രമായിട്ട് സാധാരണ നമ്മൾ സുന്നത്ത് നോമ്പൊന്നും അനുഷ്ഠിക്കാത്തവരാണ്. പക്ഷെ ഷാബാൻ 15 എത്തിയപ്പോൾ ഷാബാൻ 15 ശേഷം മാത്രം നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ആ ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റജബ് മൊത്തം നോമ്പ് അനുഷ്ഠിച്ചു, ഷാബാൻ മൊത്തം നോമ്പ് അനുഷ്ഠിച്ചു, അങ്ങനെ ഏതെങ്കിലും ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് നോമ്പ് അനുഷ്ഠിച്ച് പോരുന്നവർക്ക് ഷാബാൻ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കാം. അല്ലാതെ വരുന്ന ആളുകൾക്ക് ഈ ഷാബാൻ 15 ശേഷം മാത്രം ചില ദിവസങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക, ആ ഒരു രീതി സ്വീകരിക്കുന്ന നിലപാട് പാടില്ല. വിഷയം മനസ്സിലായല്ലോ. ഇനി അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, റമദാൻ മാസം ഖളാ ആയിപ്പോയ നോമ്പ് ഈ ഷാബാൻ മാസം ഖളാ വീട്ടാം. അങ്ങനെ നോമ്പ് ഖളാ വീട്ടുന്നവർക്ക് ഷാബാൻ 15 ശേഷമുള്ള ദിവസങ്ങളും ഖളാ വീട്ടാം. അപ്പോൾ ഷാബാൻ 15 ശേഷമുള്ള ദിവസങ്ങൾ റമദാനിൽ നോമ്പ് ഖളാ വീട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ നേർച്ചയാക്കിയ നോമ്പും നമുക്ക് ഈ ഷാബാൻ മാസം അനുഷ്ഠിക്കാം. ഷാബാൻ 15 ശേഷവും നേർച്ചയാക്കിയ നോമ്പും അനുഷ്ഠിക്കാം. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ റമദാൻ മാസത്തെ ഖളായി പോയ നോമ്പാണ് ഒരാൾ നോൽക്കുന്നതെങ്കിൽ റമദാൻ മാസം ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ ഖളാ ആയി അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം. വിഷയം മനസ്സിലാക്കാം. ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ഇനി പ്രത്യേകമായ നോമ്പ് സുന്നത്തുള്ളൊരു ദിനമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നെങ്കിൽ ആ സുന്നത്തായ നോമ്പിന് കൂടി അവനിക്ക് കരുതാം. ഇനി നോമ്പ് ഖളാ വിട്ടാൻ വേണ്ടി പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ തന്നെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചില്ല, ഏത് ദിവസവും ചൂസ് ചെയ്തിട്ട് അവനിക്ക് നോമ്പ് ഖളാ വിട്ടാം. ഇനി പ്രത്യേകമായ ദിനങ്ങൾ, നോമ്പ് സുന്നത്തുള്ള ദിനങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിങ്കളാഴ്ചകളോ വ്യാഴ്ചകളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ റമദാൻ മാസം ഖളാ ആയ ഫർളാക്കപ്പെട്ട നോമ്പ് നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ നാളെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അപ്പോൾ ഒരു വിഷയം മനസ്സിലാക്കാം, മൊത്തത്തിൽ നോമ്പ് ഹറാമാകും വരുന്ന ദിനങ്ങൾ നമുക്കറിയാം. 5 ദിനങ്ങൾ നോമ്പ് ഹറാമാണ്. അതേതൊക്കെ ദിനങ്ങളാണ്? 1, 2 പെരുന്നാൾ ദിനങ്ങൾ. അപ്പോൾ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നോമ്പ് നോക്കാൻ പാടില്ല. അതേപോലെ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിനങ്ങൾ. അയ്യാമത്തെ ശരീക്കിൻ്റെ ദിനങ്ങൾ ഏതൊക്കെയാണ്? ദുൽഹിജ്ജ 11, 12, 13, അതായത് ബലി പെരുന്നാളിന് ശേഷമുള്ള 3 ദിനങ്ങൾ. ഈ സമയങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. ഇനി അതേ സമയത്ത് കൃത്യമായി മനസ്സിലാക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായിട്ട് ഒരു രീതി സ്വീകരിച്ച്, അതായത് നേരത്തെ നോമ്പ് നോൽക്കുന്ന ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടൊന്നുമല്ല, പുതുതായിട്ട് ഷാബാൻ 15 ശേഷം മാത്രം ഒരാൾ സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ പോവാൻ ആ ഒരു രീതിയും സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് നേരത്തെ നോമ്പ് നോറ്റി വരുന്ന ആളുകൾക്കും നോമ്പ് ഖളാ വീട്ടാനും നോമ്പ് നേർച്ചയാക്കുന്നവർക്കൊക്കെ നേർച്ചയാക്കിയ നോമ്പ് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഷാബാൻ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കുക. അതായത് നേരത്തെ നേർച്ചയാക്കിയ നോമ്പ് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഷാബാൻ 15 ശേഷം നോമ്പ് നോൽക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരാൾ നേർച്ചയാക്കിയ നോമ്പാണ് നോൽക്കുന്നതെങ്കിൽ നേർച്ചയാക്കിയത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ഇനി ഒരു ഫർളും ഒരു സുന്നത്തും കൂടി കരുതാം. അതേസമയത്ത് 2 ഫർളായ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് 2 സെപ്പറേറ്റ് ദിനങ്ങളിൽ അവൻ നോമ്പ് നോൽക്കേണ്ടതാണ്. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരാൾക്ക് നിയത്ത് മറന്നു, എന്താണ് പരിഹാരം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് സുബഹിക്ക് മുമ്പ് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സുബഹിക്ക് ശേഷം സംഭവിച്ചാലും ശരിയാകും, പക്ഷേ ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിക്കണം. അതേപോലെ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ സൂക്ഷിച്ചിരിക്കണം. അങ്ങനെയാവുമ്പോൾ ഒരാൾ രാവിലെ സമയത്ത് കരുതുകയാണ്, ഇന്നത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അതായത് സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾക്ക് തൊട്ട് അവൻ സൂക്ഷിച്ചിരിക്കണം. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ ഷാബാൻ മാസം നോമ്പ് ഖളാ വീട്ടാൻ പറ്റോ ഇല്ലേ എന്നുള്ള വിഷയങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഷാബാൻ 15 ശേഷം പറ്റോ ഇല്ലേ എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. അത് മാക്സിമം ആളുകൾക്ക് അതുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ തന്നെ നിങ്ങൾ കൂടി എത്തിച്ചു കൊടുക്കാം. ഒപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച
ഹിക്മ കോഴ്സുമായി ബന്ധപ്പെട്ട വിഷയം, ഇതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി, അതുപോലെ നിസ്കാരങ്ങൾ, അതായത് കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നിസ്കാരം, വുളു, കുളി, ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇസ്തിഹാലത്തും മെൻസസും അത് തിരിച്ചറിയാനുള്ള വഴികൾ, അതേപോലെ തന്നെ പിന്നെ തുടർന്ന് അങ്ങോട്ട് ഓരോ വിഷയങ്ങളും, നിസ്കാരത്തിന് രൂപം, ചൊല്ലേണ്ട ദിക്റുകളും അവയുടെ അർത്ഥവും, അതേപോലെ നോമ്പ്, ഹജ്ജ്, ഉംറ, ദക്കാത്ത്, അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും ഏറ്റവും ലളിതമായി, അതേപോലെ ഡെയിലി ലൈഫിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഏറ്റവും ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നമ്മുടെ നാഫി അക്കാഡമിയുടെ ഹിക്മ കോഴ്സ് തീർച്ചയായിട്ടും മാക്സിമം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. വളരെ ചെറിയൊരു പേയ്മെൻ്റ് ആണുള്ളത്, അതും ലൈഫ് ലോങ്ങിലേക്കുള്ള പേയ്മെൻ്റ് ആണ്. അതും നിങ്ങൾക്ക് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് ലഭിക്കുക. അതായത് നിങ്ങൾ ഓൺ ടൈം ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ഏത് മൊബൈൽ ഫോണിലോ ഏത് ലാപ്ടോപ്പിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകമായിട്ട് അതിന് സ്റ്റോറേജോ മറ്റൊന്നും ആവശ്യമില്ല, ഒരിടത്തും സ്ത്രീകളും പുരുഷന്മാരൊന്നും കലരാത്ത രൂപത്തിൽ ഏറ്റവും നല്ല ഒരു മോറൽ വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ nafiacademy.com എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ലഭ്യമാകും. അതല്ല എങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഏതായാലും കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ കുറേ കൂടി മനസ്സിലാവും. അപ്പോൾ ഈ ഷാബാൻ മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.